ഡാൻ കുര്യനിലേക്ക് വീണ്ടും ഡാൻ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും സമരവുമായി പ്രവർത്തകർ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു, റോഡ് ഉപരോധിക്കുന്നു. പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് നീക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതോ പ്രവർത്തകർ ഈ അബിൻ വർക്ക് ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് നിലയുറപ്പിക്കുകയാണോ? സമരവുമായി വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണോ? ഫേസ്ബുക്കിൽ കയറി നിങ്ങൾ നോക്കണം, നിങ്ങളെല്ലാവരും അവന്റെ ഫേസ്ബുക്കിൽ കയറി നോക്കണം. അവൻ പാളയം ലോക്കൽ സെക്രട്ടറി ഡിവൈഎഫ്ഐ നേതാക്കന്മാരുടെ ഫോട്ടോ എടുത്ത് ബുള്ളറ്റ് കറങ്ങലാണ് അവന്റെ പണി. അവരുടെ നിർദ്ദേശം വെച്ചാണ് അവൻ ഞങ്ങളെ ഉപദ്രവിക്കാൻ നിൽക്കുന്നത്. ഒരു ലാത്തി കൊണ്ട് 2 ഷീൽഡ് കൊണ്ട് ഈ സമരത്തെ അടിച്ചൊതുക്കാൻ നടത്താണ് ഇരിക്കണേ. അങ്ങനെ അടിച്ചൊതുക്കട്ടെ. അവനെ മാറ്റാതെ ഞാൻ ആശുപത്രിയിൽ പോവില്ല. ഞാനിവിടെ ചോര വാർന്ന് മരിക്കേണ്ടി വന്നാലും ഞാൻ ആശുപത്രിയിൽ പോവില്ല. അവനെ ഇവിടെ മാറ്റണം. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധം പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരൻ എസ് ഐ അദ്ദേഹം ഓരോരുത്തർ തെരഞ്ഞു പിടിച്ച് പേര് ചോദിച്ച് വർദ്ധിക്കുന്നതാണ്. അതാരാണ് എസ് ഐ? ആരാണ്? നമ്മുടെ വൈസ് പ്രസിഡന്റ് അടക്കം ജിജു എൻ എസ് ഐ. ജിജു ഞങ്ങളെ ക്രൂരമായി ജില്ലാ സാധാരണ ഉപയോഗിക്കുന്ന രീതിയിലുള്ള വടിയല്ല ഉപയോഗിക്കുന്നത്. പോലീസിന്റെ മാനുവൽ എടുത്തു കളഞ്ഞ വടിയാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരെയും തുടർച്ചയായി അടിച്ച് കൈകൾ പൊട്ടിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇതിനെ ഞങ്ങൾ ശക്തമായിട്ടുള്ള പോരാട്ടം ഉണ്ടാവും. ഞങ്ങൾ ഈ തെരുവിൽ കിടന്ന് മരിച്ചാൽ പോലും, നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ ഈ തെരുവിൽ കിടന്ന് മരിച്ചാൽ പോലും ഇവരുടെ അക്രമ സമരത്തിൽ നിന്ന് ഞങ്ങൾ ഒരടി പിന്നോട്ട് പോകാൻ പോകുന്നില്ല. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് നീങ്ങുകയില്ല എന്ന നിലപാടിലാണ് പ്രതിഷേധക്കാരാണ് യൂത്ത് കോൺഗ്രസ് നിലയുറപ്പിക്കുന്നുണ്ട്. വലിയ പരിക്കാണ് ഈ സംഭവത്തിൽ. എന്താണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നിലപാട്? സമരവുമായി മുന്നോട്ട് പോകുകയാണോ? അവർ ആരോപിക്കുന്നത് അകാരണമായിട്ടാണ് ഒരു എസ് ഐ അവരെ മർദ്ദിച്ചതെന്നാണ്. അദ്ദേഹം ഇവിടെ നിന്ന് മാറാതെ പ്രതിഷേധം അവസാനിപ്പിക്കുകയില്ല എന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ ഈ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് ഇപ്പോഴും